17 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് പശ്ചിമേഷ്യ വീണ്ടും വലിയൊരു യുദ്ധത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ തെക്കൻ ലെബനനിലും ബെയ്റൂട്ടിലും നടന്ന പുതിയ ഏറ്റുമുട്ടലുകൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മാസങ്ങളോളം നീണ്ട അശാന്തിക്ക് ശേഷം നേരിയൊരു ആശ്വാസം പ്രതീക്ഷിച്ച ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് അതിർത്തിയിൽ വീണ്ടും പീരങ്കികളും ഡ്രോണുകളും ഗർജിച്ചു തുടങ്ങിയത്. തെക്കൻ ലെബനനിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് പുതിയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും ആർട്ടിലറി ഷെല്ലുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള നടത്തിയ കടന്നാക്രമണത്തിൽ നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തൽ നിലനിൽക്കെ ഉണ്ടായ ഈ പ്രകോപനം ഇസ്രായേലിനെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നൽകിയത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ദഹിയ ജില്ല ലക്ഷ്യമാക്കി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചു. ഏപ്രിൽ 17 വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ബെയ്റൂട്ട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്തരമൊരു വ്യോമാക്രമണം നടക്കുന്നതെന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ജനവാസ കേന്ദ്രമായ ഇവിടെ നടന്ന ആക്രമണം വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും കരുത്തുറ്റ വിഭാഗമായ രാദ്വാൻ ഫോഴ്സിന്റെ കമാൻഡർ മാലക് ബലൂട്ടിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണം. ഹിസ്ബുള്ളയുടെ സൈനിക തന്ത്രങ്ങൾ മെനയുന്നതിൽ പ്രധാനിയായ മാലക് ബലൂട്ട് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം മറ്റു ചില പോരാളികളും കൊല്ലപ്പെട്ടതായാണ് വിവരം. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത് നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. മാലക് ബാലൂട്ടിന്റെ വധം വെറും ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ഹിസ്ബുള്ളയുടെ ആത്മവീര്യം തകർക്കാനുള്ള ഇസ്രായേലിന്റെ ബോധപൂർവമായ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തൽ കാലയളവിൽ പോലും ഇസ്രായേൽ തങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള നേതാക്കളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണിത്. ഇതിന് ഹിസ്ബുള്ള നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. ഈ പുതിയ സംഭവവികാസങ്ങൾ വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും അപ്രസക്തമാക്കിയിരിക്കുകയാണ്. നയതന്ത്ര തലത്തിൽ നടന്ന മാസങ്ങളോളമുള്ള പരിശ്രമങ്ങൾ വെറും മണിക്കൂറുകൾ കൊണ്ട് വെറുതെയായി. ഇസ്രായേലും ഹിസ്ബുള്ളയും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ ലംഘിച്ചത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രായേൽ വാദിക്കുമ്പോൾ തങ്ങളുടെ നേതാക്കളെ വധിക്കുന്നതിലൂടെ ഇസ്രായേൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണെന്ന് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു. ബെയ്റൂട്ടിലെ ദഹിയ മേഖലയിൽ ഉണ്ടായ സ്ഫോടനങ്ങൾ നഗരത്തെ വീണ്ടും പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ജനങ്ങൾ വീണ്ടും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ നാട്ടിലേക്ക് മടങ്ങിയ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇതോടെ വീണ്ടും തെരുവിലായി. പശ്ചിമേഷ്യയിലെ മാനുഷിക പ്രതിസന്ധി ഇതോടെ കൂടുതൽ രൂക്ഷമാവുകയാണ്. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അതിർത്തിയിൽ ഇസ്രായേൽ കൂടുതൽ കവചിത വാഹനങ്ങളും ടാങ്കുകളും വിന്യസിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും ഒരു സമ്പൂർണ്ണ കരയുദ്ധം ഉണ്ടായേക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹിസ്ബുള്ളയാകട്ടെ ഇസ്രായേലിന്റെ വടക്കൻ നഗരങ്ങളെ ലക്ഷ്യമാക്കി ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സംഘർഷം ലെബനന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും പ്രതിസന്ധിയിലാക്കും. സാമ്പത്തിക തകർച്ച നേരിടുന്ന ലെബനന് മറ്റൊരു യുദ്ധം താങ്ങാനുള്ള ശേഷിയില്ല. ഹിസ്ബുള്ളയുടെ നീക്കങ്ങൾ രാജ്യത്തെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് ഒരു ഭാഗം ഭയപ്പെടുമ്പോൾ ഇസ്രായേൽ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുന്നു. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ഈ സംഘർഷം കാരണമായേക്കാം. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ വൻ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തര യോഗം ചേരാനും സാധ്യതയുണ്ട്. അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഫലവത്താകുന്ന ലക്ഷണമില്ല. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട നിരീക്ഷണ സംഘങ്ങൾ പോലും ഇപ്പോൾ നിസ്സഹായരായ അവസ്ഥയിലാണ്. ഇറാൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് വളരെ നിർണായകമാണ്. ഹിസ്ബുള്ളയുടെ പ്രധാന പിന്തുണക്കാരായ ഇറാൻ മാലക് ബലൂട്ടിന്റെ വധത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന ഈ ക്രിമിനൽ നടപടിക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്.
ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ വലിയ തലങ്ങളിലേക്ക് വളരാൻ കാരണമാകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ ആഭ്യന്തരമായി വലിയ സമ്മർദ്ദമുണ്ട്. വടക്കൻ ഇസ്രായേലിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളെ തിരിച്ചെത്തിക്കണമെങ്കിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായും അടിച്ചമർത്തണമെന്നാണ് അവിടുത്തെ തീവ്ര നിലപാടുകാരുടെ ആവശ്യം. വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ളയ്ക്ക് ശക്തി വീണ്ടെടുക്കാനുള്ള സമയമാണ് നൽകിയതെന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷം ആരോപിക്കുന്നു. ഹിസ്ബുള്ളയുടെ മിസൈൽ ശേഷി ഇസ്രായേലിന് ഇപ്പോഴും വലിയ ഭീഷണിയാണ്. ആധുനികമായ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിലും ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും എത്തുമ്പോൾ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഡ്രോണുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ നിര ഭേദിച്ചത് IDFനെ ഞെട്ടിച്ചിട്ടുണ്ട്. ദഹിയയിലെ വ്യോമാക്രമണം വെറും തുടക്കം മാത്രമാണെന്ന് ഇസ്രായേൽ സൂചന നൽകുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക ആസ്ഥാനങ്ങളും കമാൻഡ് സെന്ററുകളും തകർക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. എന്നാൽ സിവിലിയൻ മേഖലകളിൽ ഹിസ്ബുള്ള താവളങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആക്രമണങ്ങളെ സങ്കീർണമാക്കുന്നു. ഇത് കൂടുതൽ സിവിലിയൻ മരണങ്ങൾക്ക് കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ എണ്ണ വിതരണത്തെയും ഈ സംഘർഷം ബാധിച്ചേക്കാം. ലെബനൻ തീരത്തെ സംഘർഷാവസ്ഥ ഷിപ്പിംഗ് പാതകളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഈ വിഷയത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഈ സംഭവത്തെ കറുത്ത വ്യാഴാഴ്ച എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സമാധാനത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ദിവസമാണിത്. ഹിസ്ബുള്ളയുടെ ഓരോ ഡ്രോൺ ആക്രമണവും ഇസ്രായേലിന്റെ ഓരോ വ്യോമാക്രമണവും ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംഘർഷം ലഘൂകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഒരു പ്രാദേശിക യുദ്ധമായി പടരും. രാദ്വാൻ ഫോഴ്സിന്റെ പുതിയ കമാൻഡറെ ഹിസ്ബുള്ള ഉടൻ പ്രഖ്യാപിച്ചേക്കാം. മാലിക് ബാലൂട്ടിന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് അവരുടെ സൈനിക വിഭാഗം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. രക്തത്തിന് രക്തം എന്ന നിലപാടിലേക്ക് ഹിസ്ബുള്ള മാറുന്നത് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ അപകടത്തിലാക്കും. ഈ സാഹചര്യത്തിൽ നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെട്ടതായാണ് തോന്നുന്നത്. നയതന്ത്രജ്ഞർക്ക് പകരം ഇപ്പോൾ സംസാരിക്കുന്നത് തോക്കുകളും മിസൈലുകളുമാണ്. വെടിനിർത്തൽ കരാറുകൾ വെറും കടലാസ് തുണ്ടുകളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളും UN പ്രമേയങ്ങളും ആരും പാലിക്കുന്നില്ല എന്ന അവസ്ഥ ദൗർഭാഗ്യകരമാണ്. ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതും ഹിസ്ബുള്ള നേതാവ് കൊല്ലപ്പെട്ടതും ഇരുപക്ഷത്തെയും കൂടുതൽ വാശിയുള്ളവരാക്കുന്നുണ്ട്. സമാധാനത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ആരും തയ്യാറല്ല. വരും മണിക്കൂറുകൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. ബെയ്റൂട്ടിന്റെ ആകാശത്ത് ഇനിയും യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കേൾക്കുമോ എന്ന് ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്നു. ഏപ്രിൽ 17 ആശ്വാസം വെറും ഒരു മരീചികയായിരുന്നുവെന്ന് പുതിയ സംഭവങ്ങൾ തെളിയിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണ് വീണ്ടും ചോര വീണ് കുതിരുകയാണ്. സമാധാനം എന്നത് ഈ മേഖലയിൽ ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല.